അനഘയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നവ്യ കൂട്ടുകാരെ ഏർപ്പെടുത്തിയിരുന്നല്ലോ. സേവ്യർ ഒരു ദിവസം ആദർശിനെ വിളിച്ചിട്ട് ഒരു നമ്പറിലേക്ക് നവ്യ നിരന്തരം വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ നമ്പർ കാണുമ്പോൾ ആദർശിന് വരുന്ന അതേ നമ്പർ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ നവ്യ പറഞ്ഞിട്ടാണോ എനിക്ക് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചിരുന്നത്? അങ്ങനെയെങ്കിൽ നയനെ, നമ്മൾ സംശയിക്കുന്നത് പോലെ അനഘയെ ഉപദ്രവിക്കാനല്ല നവ്യ ശ്രമിക്കുന്നത്, മറിച്ച് അവളെ രക്ഷിക്കാനാണ്. അപ്പോൾ ചേച്ചിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലേ ആദർശേട്ട? പക്ഷേ എന്തിനാണ് പിന്നെ ചേച്ചി ഈ നാടകം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുന്നതിനെ. എന്തായാലും നവ്യയെ വാച്ച് ചെയ്യണം. അമ്മയോട് നീ ഒന്ന് പറഞ്ഞേക്കണം എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് നവ്യയുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോയും നമ്പറും നന്ദുവിന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. നന്ദു, നീ എത്രയും പെട്ടെന്ന് നവ്യയുടെ ഫ്രണ്ടിനെ കണ്ടെത്തി തരണമെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു നവ്യയുടെ കൂട്ടുകാരിയെ കണ്ടെത്തുകയാണ് കേട്ടോ. പത്തരമാറ്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്